ഹായ് ഫ്രണ്ട്സ്, ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോയുമാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ജെൻസിനൊക്കെ ചെറുതായെങ്കിലും ബുദ്ധിമുട്ടിച്ച കാര്യമാണ് ഹെയർ കട്ടിങ്. അങ്ങനെ ഹെയർ കട്ടിങ് എനിക്കും ആവശ്യമായി വന്നപ്പോൾ ഞാൻ എൻ്റെ പഴയൊരു ട്രിമ്മർ ഉപയോഗിച്ച് ചെറുതായി ഹെയർ കട്ടിങ് ശ്രമിച്ചു നോക്കി. പക്ഷെ അത് സക്സസ് ആയില്ല. കാരണം അത് 300-350 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയതും തീരെ പവർ കുറഞ്ഞതും ഒട്ടും തന്നെ ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്തതുമായ ഒന്നായിരുന്നു. അത് കാരണം ഞാൻ ഫിലിപ്സിൻ്റെ മോഡൽ നമ്പർ GT7715 എന്ന മൾട്ടി ഗ്രൂമിംഗ് കിറ്റ് വാങ്ങി. അതിൻ്റെ അൺബോക്സിങ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ വാങ്ങിയ ട്രിമ്മർ. നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ ട്രിമ്മർ ചെറുതാണെങ്കിലും ബോക്സ് വലുതാണ് കേട്ടോ. അപ്പം ആദ്യത്തെ ബോക്സ് തുറക്കുകയാണ്. അകത്ത് വേറെയും ബോക്സ് കാണും, നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോൾ കവർ ഫുള്ള് തുറന്നു കഴിഞ്ഞു. അകത്ത് നമുക്ക് കാണാം, ബേസ് ബോർഡ് വെച്ച് പൊതിഞ്ഞൊരു പാക്കറ്റാണ്. ഇതാണ് നമ്മുടെ ട്രിമ്മറിന്റെ ബോക്സ്. നമുക്ക് ഈ കാണാം, ഫിലിപ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡ്യുവൽ കട്ട് ടെക്നോളജിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ 13 അറ്റാച്ച്മെന്റ്സ് ആണ് ഇതിന്റെ കൂടെ നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഫിലിപ്സിന്റെ മൾട്ടി ഗ്രൂം എന്നുള്ളതാണ്. മൾട്ടി ഗ്രൂം എന്ന് വെച്ചാൽ നമുക്ക് ഹെയർ കട്ട് ചെയ്യാനും പിന്നെ നോസിലെയും ഇയറിലെയും ഹെയർ കട്ട് ചെയ്യാനും ഷേവിങ്ങിനും എല്ലാം കൂടെ, ഷേവറും എല്ലാം കൂടെ ഉള്ളത് കൊണ്ടാണ് മൾട്ടി ഗ്രൂം എന്ന് പറയുന്നത്. പിന്നെ ഇത് 1 മണിക്കൂർ ചാർജിലിട്ടാൽ 2 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് തരുമെന്നുള്ളതാണ്. പിന്നെ 100% വാട്ടർ റെസിസ്റ്റന്റ് ആണ്. പിന്നെ കൂടാതെ 5 വർഷത്തെ വാറണ്ടി നൽകുന്നുണ്ട്. ലോകത്തെവിടെയും 5 വർഷത്തെ വാറണ്ടി തന്നെ ലഭിക്കുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സാധാരണ ഒരു ട്രിമ്മറിന് 6 മാസവും 1 വർഷവും കൂടിപ്പോയാൽ 2 വർഷവുമാണ് വാറണ്ടി ലഭിക്കുന്നത്. എന്നാൽ ഇതിന് 5 വർഷം വാറണ്ടി ഉണ്ട്. കൂടാതെ ഇതിൻ്റെ കൂടെ സ്കിൻ പ്രൊട്ടക്ടർ ആയിട്ടുള്ള ബോഡി ഷേവർ ഉണ്ട്, മെറ്റൽ ട്രിമ്മർ ഉണ്ട്, ഡീറ്റെയിൽ മെറ്റൽ ട്രിമ്മർ ഉണ്ട്, നോസ് ആൻഡ് ഇയർ ട്രിമ്മർ ഉണ്ട്, കോംസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് 13 ടൂൾസും നൽകുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഇത് ഡ്യുവൽ കട്ട് ടെക്നോളജിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഫിലിപ്സിന്റെ പ്രീമിയം ട്രിമ്മറാണിത്. ഇനി ഇതിന്റെ വില എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ള വില 4295 രൂപയാണ് ഇതിൻ്റെത്. എന്നാൽ ഞാൻ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഞാൻ വാങ്ങിച്ചത്. ഓൺലൈൻ വഴി വാങ്ങിച്ചപ്പോൾ 3750 രൂപയാണ് ആയത്. പിന്നെ ഇതിൽ നമുക്ക് കാണാൻ കഴിയും, മറുഭാഗത്ത് കാണുന്നത് പോലെ തന്നെ ചാർജിങ്ങിൻ്റെതും പിന്നെ 100% വാട്ടർ റെസിസ്റ്റന്റ് ആണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന് റബ്ബർ ഗ്രിപ്പ് ഉണ്ടെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായും ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നിർമ്മിച്ചിരിക്കുന്നത്, എന്നാൽ അതിന് റബ്ബർ ഗ്രിപ്പ് ഉണ്ടെന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഈ ബോക്സിലാണ് വച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ചാർജർ. ഇത് കോംസ് ആണ്. ഈ കവറിനകത്ത് 3 കോംസ് ഉണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. അത് വന്നിട്ട് 2 കോംസ് ആണ്.
അതിന് സ്റ്റബിൾ കോംസ് എന്നാണ് പറയുന്നത്. 1mm തൊട്ട് 2mm വരെയുള്ള കോംസ് ആണ്. രണ്ടെണ്ണേ ഉള്ളൂ. അപ്പം 1mm 2mm ആയിട്ടുള്ള 2 കോംസ് ആണ്. അടുത്ത കവറിൽ നമുക്ക് കാണാൻ കഴിയും 3 കോംസ് ആണ്. ആദ്യം നമ്മൾ നോക്കിയത് ഹെയർ കോംസ് ആണ്. ഇത് ബോഡി കോംസ് എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം, 3mm തൊട്ട് 5mm വരെ, 3mm 4mm 5mm. ഇത് വന്നിട്ട് ഡീറ്റെയിൽ മെറ്റൽ ട്രിമ്മർ ആണ്. അതായത് നമുക്ക് താടിയിലെ മുടിയൊക്കെ ട്രിം ചെയ്തിട്ട് നമുക്ക് ഷേപ്പൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്തത് വന്നിട്ട് ഷേവറാണ്. ഇതാണ് നമ്മുടെ ഷേവർ. നൈസ് ലുക്കാണ് ഇതിന്. എന്തായാലും ഞാനിത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. ഇത് വന്നിട്ട് ബ്രഷാണ്, ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായി ഇയർ നോസ് ട്രിമ്മറാണ്. ഇത് വെച്ച് നമുക്ക് ചെവിയിലെയും മൂക്കിലെയും ഹെയർ ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ് എന്ന് പറയുന്ന ഫിലിപ്സിന്റെ MG7715 മെയിൻ യൂണിറ്റ് ഇതാണ്. പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പവർ ബട്ടൺ നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ ബ്ലേഡും സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ഫിലിപ്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. ഇതിന്റെ ബ്ലേഡുകളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഡ്യുവൽ കട്ട് ടെക്നോളജിയുടെ മികവ്. LED ഇൻഡിക്കേറ്ററും നമുക്ക് കാണാൻ സാധിക്കും. പവർ ബട്ടണും കാണാൻ സാധിക്കും. വളരെ സോഫ്റ്റ് ആണ് ഇതിന്റെ പവർ ബട്ടൺ. ഡ്യുവൽ കട്ട് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്നത് മൂലം ഇതിന്റെ ബ്ലേഡുകൾ ദിനംപ്രതി മൂർച്ച കൂടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിന്റെ താഴ്ഭാഗത്താണ് ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഗൈസ്, ഇത് ഓൺ ആവുന്നില്ല. അപ്പോൾ നമുക്കിത് ചാർജിലിടാം. ഗൈസ്, ഞാനിത് ചാർജിലിട്ടു. LED ലൈറ്റ് കത്തി മണഞ്ഞും നിൽക്കുകയാണ്. എന്തായാലും അത് ചാർജിൽ കിടക്കട്ടെ. ഒരു മണിക്കൂർ ചാർജിലിട്ടതിന് ശേഷം ഞാനത് എൻ്റെ കയ്യിലെടുത്തു. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തു. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ തമ്പ് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഇളകി വരും. അടുത്തിരിച്ച് ഫിറ്റ് ചെയ്യാനാണെങ്കിൽ ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരിക്കൽ അവിടെ നമുക്ക് നോക്കാം. ഇങ്ങനെ നമ്മൾ ഇളക്കുന്നു, അടുത്തത് പ്രസ് ചെയ്യുന്നു, തിരിച്ച് വയ്ക്കും. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇളക്കുന്നു, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ നമുക്ക് അടുത്ത ബ്ലേഡ് ചേഞ്ച് ചെയ്ത് നോക്കാം. അടുത്ത് നമ്മൾ ഇതാ വയ്ക്കാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ, ഫിറ്റായി.
നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം. ഫസ്റ്റ് ഇതിലോട്ട് ഘടിപ്പിക്കണം. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. വീണ്ടും നമ്മൾ തമ്പ് കൊണ്ട് പ്രസ് ചെയ്താൽ ഇളകി വരും. ഇത്രയേ ഉള്ളൂ ഫിറ്റിങ്സ്. അടുത്ത പ്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാമേ. അടുത്ത് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് നോക്കാം. അടുത്ത് നമുക്ക് ഷേവർ ഒന്ന് ഘടിപ്പിച്ച് നോക്കാം. ഇതാ നമുക്കിതൊന്ന് ഘടിപ്പിച്ച് നോക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടണിൽ പോയി ആളെന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്.